CPM-ഉം LDF-ഉമായി തെറ്റിപ്പിരിഞ്ഞ PV അൻവർ MLA കഴിഞ്ഞ ദിവസമായിരുന്നു DMK-യുമായുള്ള സഖ്യനീക്കം നടത്തിയത്. ഇതിനായി ചെന്നൈയിലെത്തിയ അദ്ദേഹം മുതിർന്ന നേതാവ് സെന്തിൽ ബാലാജി അടക്കമുള്ള DMK നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ PV അൻവറിന്റെ ഈ സഖ്യസ്വപ്നം ഫലം കാണില്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. PV അൻവർ MLA-യെ തങ്ങളുടെ പാർട്ടിയിലോ മുന്നണിയിലോ എടുക്കുന്നില്ലെന്നാണ് DMK നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. LDF പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ എടുക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമാണെന്നാണ് DMK വക്താവ് TKS ഇളങ്കോവൻ വ്യക്തമാക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അൻവറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിൽ നടന്ന ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തുവിടുന്നത് ശരിയല്ല, എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ സാധിക്കില്ല. എല്ലാം പാർട്ടി ഔദ്യോഗികമായി വ്യക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ പാർട്ടിക്ക് ഒരു MLA-യുടെ പിന്തുണ ലഭിക്കുന്നത് നല്ല കാര്യമാണെങ്കിലും CPM-നെ പിണക്കാൻ DMK തയ്യാറല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി MK സ്റ്റാലിനുള്ള ബന്ധവും അൻവറിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ DMK-യിൽ നിർണായകമാകും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ വിലയിരുത്തുമ്പോൾ അൻവറിന്റെ DMK സഖ്യസാധ്യതകൾ നടക്കാൻ ഇടയില്ല. അതേസമയം PV അൻവറിന്റെ രണ്ടാമത്തെ പൊതുസമ്മേളനം ഇന്ന് മഞ്ചേരിയിൽ നടക്കും. വൈകിട്ട് 5 മണിക്ക് മഞ്ചേരിയിലെ ബൈപ്പാസ് റോഡിന് സമീപം നടക്കുന്ന പൊതുസമ്മേളനത്തിലേക്ക് 1 ലക്ഷം പേരെ എത്തിക്കുമെന്നാണ് സംഘാടകർ വ്യക്തമാക്കുന്നത്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള DMK എന്ന PV അൻവറിന്റെ പുതിയ സംഘടനയുടെ പ്രഖ്യാപനവും ഇവിടെ നടക്കും. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനമുണ്ടാകുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും തൽക്കാലം സാമൂഹ്യ കൂട്ടായ്മ എന്ന നിലയിലാകും സംഘടനയുടെ പ്രവർത്തനം. ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ മലയാളം.